ഇംഗ്ലണ്ടിനെതിരായ 2020 പരമ്പരയിലെ മൂന്നാം മത്സരത്തിനായി ഇന്ത്യ അല്പസമയത്തിനകം കളത്തിലിറങ്ങും. പരമ്പര കൈവിടാതിരിക്കാൻ ഇന്ത്യയ്ക്ക് ഇന്നത്തെ മത്സരത്തിൽ ജയം അനിവാര്യമാണ്. ശ്രേയസ് അയ്യറിന് കീഴിൽ ആദ്യ ജയമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. രാത്രി 10-ന് ട്രെന്റ് ബ്രിഡ്ജിലാണ് മത്സരം. T20 ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ പുതിയ നായകന് കീഴിലിറങ്ങിയ ഇന്ത്യക്ക് ഇതുവരെ ജയത്തിന്റെ മധുരം നുകരാനായിട്ടില്ല. ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ഇന്ന് കളത്തിലിറങ്ങുമ്പോൾ ശ്രേയസ് അയ്യർക്ക് മുന്നിലുള്ളത് വലിയ വെല്ലുവിളി. ഒരു ജയം അത് ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലെ ആദ്യ മത്സരം മഴ കൊണ്ടുപോയപ്പോൾ രണ്ടാം മത്സരത്തിൽ ഇംഗ്ലീഷ് നിര നിറഞ്ഞാടി. പരമ്പരയിൽ ഇംഗ്ലണ്ട് മുന്നിൽ. കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജുവിനെ മാറ്റി വൈഭവ് സൂര്യവംശിയെ ഓപ്പണറാക്കിയിട്ടും രക്ഷയുണ്ടായിരുന്നില്ല. ഇന്നും ടീമിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ഇഷാൻ കിഷന്റെ ബാറ്റിംഗിലെ മെല്ലെപ്പോക്ക് ടീമിനെ തിരിച്ചടിയായിരുന്നു. അതുകൊണ്ട് സഞ്ജുവിന് വീണ്ടും അവസരമെത്തിയേക്കും. അതേസമയം വൈഭവ് ടീമിൽ തുടരുമെന്നാണ് സൂചന. രണ്ടാം മത്സരത്തിൽ നിരാശപ്പെടുത്തിയ ബൗളിംഗ് നിരയിൽ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. രവി ബിഷ്ണോയ്ക്ക് പകരം ടീമിൽ പ്രിൻസ് യാദവ് എത്തിയേക്കും. മാഞ്ചസ്റ്ററിലെ ത്രില്ലർ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ഹാരി ബ്രൂക്കിന്റെ ഇംഗ്ലണ്ട്. ജേക്കബ് ബേത്തേലിന്റെ തകർപ്പൻ ബാറ്റിംഗും ബ്രൂക്കിന്റെ ആക്രമണ ശൈലിയും ഇംഗ്ലണ്ടിന് കരുത്താകുന്നു. ഫിൽ സാൾട്ട്, ജോസ് ബട്ട്ലർ, വിൽ ജാക്സ്, ടോം ബാന്റൺ എന്നിവരടങ്ങുന്ന ബാറ്റിംഗ് നിര ഏത് നിമിഷവും മത്സരം മാറ്റിമറിക്കാൻ ശേഷിയുള്ളത്. ബൗളിംഗിലും ഇംഗ്ലണ്ട് ശക്തർ. സാം കറൻ, ജോഫ്ര ആർച്ചർ, ആദിൽ റഷീദ് അടങ്ങുന്ന ബൗളിംഗ് നിര ഇന്ത്യക്ക് വലിയ വെല്ലുവിളി. ബാറ്റിംഗിന് അനുകൂലമായ ട്രെന്റ് ബ്രിഡ്ജിൽ റൺമഴ ഒഴുകും. ഇംഗ്ലണ്ട് പരമ്പര ജയത്തിലേക്ക് അടുക്കുമോ അതോ സമ്മർദ്ദഘട്ടങ്ങളിൽ തിരിച്ചടിക്കുന്ന ഇന്ത്യ സമനില പിടിക്കുമോ? ഇനി എല്ലാ കണ്ണും ട്രെന്റ് ബ്രിഡ്ജിലേക്ക്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.